യെസ് ഗൈസ്, അവർ പറഞ്ഞതുപോലെ ഇത് വീഡിയോ ആണ്. ഇതുപോലെ രസകരമായ ഒരു ലോഡ് സംഭവങ്ങളുള്ള ഒരു വീഡിയോ. അപ്പോൾ വളരെയധികം ഫണ്ണിയായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ദൃശ്യത്തിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ ബോയ് കേക്ക് മുറിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സ്നോ സ്പ്രേ അടിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്. പക്ഷെ കൂട്ടത്തിലൊരുത്തൻ സ്പ്രേയുടെ ഓപ്പണായ ഭാഗം തന്റെ മുഖത്തിന് നേരെ തന്നെയാണ് പിടിച്ചിരുന്നത്. അത് അവൻ അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഉണ്ടായത് കണ്ടോളൂ. അടുത്തതും നിങ്ങൾ കാണുന്നത് ഒരു സെലിബ്രേഷൻ തന്നെയാണ്, പക്ഷെ ബർത്ത്ഡേ ഒന്നുമല്ല. അങ്ങനെ സെലിബ്രേഷന്റെ ഭാഗമായി നന്നായി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ടാണ് അവർ വാഹനം ഓടിക്കുന്നത്. കയ്യിലാണെങ്കിൽ വേറെയും ഡ്രിങ്ക്സ് ഉണ്ട് താനും. പക്ഷെ അവരറിഞ്ഞില്ല അവരുടെ ആഘോഷിച്ചുള്ള ഈ പോക്ക് കാലന്റെ മുന്നിലേക്ക് കാണുന്നു. നമുക്ക് കാണാം, ഒരു ടെറർ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ വലിയ തർക്കം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തർക്കം കാരണം എല്ലാവരും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്, ഒരാളൊഴികെ. പുള്ളി ഇതൊന്നും കാര്യമാക്കാതെ കയ്യിലുള്ള പഴംപൊരി എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. പിന്നല്ല, പ്രശ്നം എന്തായാലും അവരായി, അവരുടെ പാടായി. നമുക്ക് നമ്മളും ഉണ്ട്, നമ്മുടെ പഴംപൊരിയുണ്ട്. അടുത്തത് നിങ്ങൾ കാണുന്നത് വളരെ ടാലന്റഡ് ആയ ഒരു വ്യക്തി തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനായി ഒരു സംഗീതം ആലപിക്കുന്നതാണ്. So, hey guys, ये गाना मैंने अपने एक्स के लिए लिखा है. I hope you guys will like it. Thank you. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ടീച്ചർ വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താവാനാണ് ആഗ്രഹമെന്ന്. അങ്ങനെ ഒബ്വിയസ്ലി കുട്ടികൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളും പറഞ്ഞു. എന്നാൽ ഒരു കുട്ടിയുടെ ആഗ്രഹം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. വലിയ ആഗ്രഹമാണല്ലോ, ഉഷാറാണല്ലോ. എന്താണ് ഇവിടെ റെസ്റ്റോറന്റിൽ ചപ്പാത്തി പരത്തുന്നതിനിടെ ചപ്പാത്തി പരത്തുന്നയാളുടെ മൈൻഡ് വേറെ എങ്ങോട്ടൊക്കെയോ പോയി. ചപ്പാത്തി പരത്താൻ എനിക്ക് സുഖം. നാട്ടിലെ കിളി പറഞ്ഞു നടന്നവന്മാരെയൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ സംഭവിക്കും. ഇതാക്കാരാ അത് മാവാണ്, മാവ് അല്ല, നീ ഉദ്ദേശിച്ച സാധനമല്ല, നീ പരത്ത്. രണ്ട് കാര്യമില്ല, ശീലമായി പോയില്ലേ, പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇൻസ്റ്റന്റ് കർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല? പാവം ഉറാങ്ങുട്ടാൻ പഴമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വ്യക്തി തന്റെ പെണ്ണിന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങിയതാണ്. പക്ഷേ ഈ പാട്ട് സ്പെഷ്യലായി എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എവിടെ പാട്ട്, എവിടെ? അതിന് പെണ്ണെവിടെ? ഇവിടെ ഈ കടയിലെ ഓഫറാണ്, ഏതെടുത്താലും ഒന്നിന് 20 രൂപ കൊടുത്താൽ മതി. അപ്പൊ ഇത് കണ്ട് കുറച്ച് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരുത്തൻ വന്ന് അവിടെയുള്ള LED ബൾബ് എടുക്കാൻ നോക്കി. ഏതെടുത്താലും 20 രൂപയാണല്ലോ, അപ്പൊ ആ LED ബൾബ് തന്നെ എടുത്ത് മാസ് കാണിക്കാമെന്നൊക്കെയാണ് പുള്ളി വിചാരിച്ചത്. പക്ഷേ ആ കടക്കാരൻ അതിലും വലിയ കില്ലാടിയായിരുന്നു. ഇവരൊക്കെ മനസ്സിൽ കണ്ടത് പുള്ളി പണ്ടേ മാനത്ത് കണ്ടതാ. അപ്പൊ നമുക്കറിയാം, ഇത് വേൾഡ് കപ്പിന്റെ ടൈമാണ്. അപ്പൊ നമുക്ക് കുറച്ച് വേൾഡ് കപ്പിനെ സംബന്ധിച്ച അറിവുകൾ നേടാം. നമ്മുടെ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? നിങ്ങള് കേരള ബ്ലാസ്റ്റേഴ്സ്. അറിവ് നമ്പർ 1, കേരള ബ്ലാസ്റ്റേഴ്സ് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു ടീമാണ്. നിങ്ങൾക്കോ? കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കട്ടയൊക്കെ ഇഷ്ടപ്പെടാത്തത്? ഒന്നുമില്ല, നമ്മളെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ. അത്ലറ്റിക്കോ ഡി കൊൽക്കട്ടയിലല്ലേ മെസ്സിയൊക്കെ കളിക്കുന്നത്.
രണ്ടാമത്തെ അറിവ്, മെസ്സി കളിക്കുന്നത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ അവരൊക്കെ ഇല്ലേ, അവരോടൊക്കെ എന്താ ഇഷ്ടം തോന്നാത്തത്? നമ്മുടെ കേരളത്തിലുള്ളവരോട് തന്നെ ഇഷ്ടം തോന്നാൻ? ആ ടീം ഇപ്പോൾ നിലവിലില്ലാതെ ATK ആയി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മേ ബി എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. നിങ്ങൾക്കും ഇപ്പോൾ കിട്ടിയ 2 അറിവുകൾ പുതിയ അറിവുകളായിരിക്കാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ തന്നതിന് ആ പെൺകുട്ടികൾക്കും ആ ഇന്റർവ്യൂവറിനും നമ്മൾ എല്ലാവരുടെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു. മദ്യനിരോധനത്തിനെ പറ്റി ഈ ചേട്ടന്റെ അഭിപ്രായം കേട്ടു നോക്കാം. നമ്മുടെ ഈ കേരളത്തിലെ മദ്യം നിരോധിക്കുന്നതിനെ പറ്റിയിട്ട് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? നല്ല കാര്യം. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളൊക്കെ ഉണ്ടാവും? ആരോഗ്യം നന്നായിരിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നിട്ടും ആൾക്കാർ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടൻ എങ്ങനെയാണ്, അടിക്കുവോ? കുറച്ചു ദിവസം മുൻപ് വരെ ഇവിടെ എല്ലായിടത്തും നോക്കിയാലും ഈ ജയ 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 ഹേ ട്രെൻഡ് ആയിരുന്നല്ലോ. അപ്പൊ ഇവരും ആ ട്രെൻഡിന്റെ കൂടെ കൂടിയതാണ്. പക്ഷേ റെഡി? ഇനി ഒരു വടംവലി മത്സരം കണ്ടു നോക്കൂ. എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്തത് കൊണ്ട് തലയിൽ കയറ്റാൻ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഈ പെൺകുട്ടി. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും കൊതുകുകൾ ചെവിയുടെ അടുത്ത് വന്ന് മൂളി അത് നമുക്കൊരു ശല്യമാകാറുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ദേഷ്യം വന്നവയെ അടിച്ചു കൊല്ലാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഒരു പയ്യൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ശിക്ഷ നടപ്പാക്കിയത്. തന്റെ ചെവിയിൽ വന്ന് മൂളി ശബ്ദമുണ്ടാക്കി ശല്യപ്പെടുത്തിയതിന് കൊതുകിനെ പിടിച്ച് ഫോണിന്റെ സ്പീക്കറിന്റെ അവിടെ വെച്ച് തിരിച്ച് ശബ്ദം കൊണ്ട് തന്നെ കൊതുകിന് പണിഷ്മെന്റ് കൊടുത്തു. സൈക്കോ സുബി. ഈ സൈക്കോ തരവൊക്കെ കണ്ടിട്ട് എനിക്കാകെ പ്രാന്ത് പിടിക്കുന്നു. മനസ്സൊന്ന് തണുപ്പിക്കാൻ ആരെങ്കിലും കുറച്ച് മ്യൂസിക് ഇട്. തനബാന തനബാന ബുംതി ഹവാ ബുംതി ഹവാ ബുംതി ഹെ തോ ആയേ നഹീ ബാസ് യഹാ സാജിഷ് में शामिल सारा जगह है हर दर दर की ये इल्तिजा है ओरे पिया താങ്ക്സ്. ആഹാ, എത്ര സുന്ദര സുരഭിലമായ സംഗീതം. ഞാൻ ധന്യനായി. എനിക്കറിയാം നിങ്ങൾക്കും ആ പാട്ട് വളരെയധികം ഇഷ്ടമായി എന്ന്. അതുകൊണ്ട് കുറച്ചുകൂടി പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഈ പാട്ട് ഇപ്പോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് പാട്ടാണെന്നൊരു സംശയം ഉണ്ടാകും. ആ സംശയം ഇപ്പോ മാറി കിട്ടും. ഇവിടെയും നമ്മൾ നല്ല അടിപൊളി ഒരു പാട്ട് കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ അവന്റെ ഉമ്മച്ചിയെ കാണേണ്ട അർജന്റ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ആ ചാൻസ് മിസ്സായി. എന്തായാലും പാട്ട് പാളിപ്പോയ സ്ഥിതിക്ക് ഇനി ഒരു പ്രസംഗമാവാം വിത്ത് സ്പെഷ്യൽ സൗണ്ട് എഫക്ട്സ്. യുദ്ധകാഹളം മുഴങ്ങി പ്രപഞ്ചം പ്രകമ്പനം കൊണ്ടു. അന്തരീക്ഷം പൊടിപടലങ്ങളാൽ നിബിഡമായി. ഇരട്ട കുഴൽ തൂക്കുകളിലൂടെ വെടിയുണ്ടകൾ ചീറി പാഞ്ഞു തുടങ്ങി.
कौन है? ചിലരൊക്കെ പോത്ത് പോലെ വളർന്നാലും കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും. പെണ്ണെട്ടാനായി ഓരോ പോത്ത് കളിച്ചു. ഹിമാചൽ പ്രദേശ് വരെ പോയി അവിടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്നിൽ കയറി ആ വിജയം ആഘോഷിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് പറയാനുള്ളത് കേൾക്കൂ. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചലിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ചിച്ചം വില്ലേജിൽ, ചിച്ചം വില്ലേജിന്റെ അടുത്താണ്, ഏറ്റവും ഉയരത്തിലാണ് നമ്മളുള്ളത്. അപ്പം ഈ ഒരു നല്ല നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.